നമ്മളിതുവരെ 8 എക്സ്പെരിമെൻ്റ് കഴിഞ്ഞു. എട്ടാമത്തത് മെമ്മറി അലോക്കേഷൻ മെത്തേഡായിരുന്നു. അതിൽ ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ്, വേസ്റ്റ് ഫിറ്റ്, ഈ 3 മെമ്മറി അലോക്കേഷൻ അൽഗോരിതം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി 9th എക്സ്പെരിമെൻ്റാണ്. അത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം. അതിൽ 3 അൽഗോരിതം ഉണ്ട്: FIFO, LRU ആൻഡ് LFU. ഇതും മാൻഡേറ്ററി എക്സ്പെരിമെൻ്റാണ്. അപ്പം ഇതിലെ FIFO എന്ന് പറയുന്ന എക്സ്പെരിമെൻ്റാണ്, അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം ആണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്കറിയാം, സിസ്റ്റത്തിനകത്ത് 2 ടൈപ്സ് ഓഫ് മെമ്മറി ഉണ്ട്. that is, one is RAM, that is a primary memory, and the other one is the secondary storage memory or secondary storage device, that is called hard disk or solid state device or any other device which is functioning as a secondary storage device. അപ്പോൾ നമുക്കിതിനെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, റാം കമ്പാരിറ്റീവ്ലി സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിനെ വെച്ച് നോക്കുമ്പോൾ റാം ഈസ് വെരി ലെസ് സൈസ്. നോർമലി നമ്മളൊരു സിസ്റ്റത്തിൽ ഒരു 4 GB അല്ലെങ്കിൽ 8 GB റാം ആയിരിക്കാം ഉണ്ടാകുന്നത്. അതേ സിസ്റ്റത്തിനകത്ത് ഇരിക്കുന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്, അതായത് ഹാർഡ് ഡിസ്ക് ഓർ SSD, മേ ബി എയ്തർ 500 GB or 1 TB. അപ്പം നമുക്ക് ഇമാജിൻ ചെയ്യാം വാട്ട് ഹ്യൂജ് സൈസ് ഈസ് എ സെക്കൻഡറി സ്റ്റോറേജ് മെമ്മറി. അതുകൂടാതെ നമ്മളെ പ്രൈമറി സ്റ്റോറേജ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഫാസ്റ്റാണ്, ഫാസ്റ്റ് ആക്സസ് ആണ്, ഫാസ്റ്റ് എക്സിക്യൂഷനാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്, ഇറ്റ് ഈസ് ഫങ്ഷനിങ് ആസ് എ മെക്കാനിക്കൽ ഡിവൈസ്, so it will be a very slow device. The functioning or operation of the secondary storage device is slow in compared with the primary storage memory. പക്ഷേ നമ്മുടെ പ്രോഗ്രാംസ്, അതായത് സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസും നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിലാണ് സൂക്ഷിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പെർമനൻറ്റ് സ്റ്റോറേജ് ഡിവൈസ്, ബട്ട് റാം ഈസ് എ ടെമ്പററി സ്റ്റോറേജ് ഡിവൈസ്. ഇപ്പം നമ്മൾ സിസ്റ്റം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ റാമിലിരിക്കുന്ന കണ്ടൻ്റ് എല്ലാം പോകും. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് സക്സസ്ഫുള്ളി റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിനെ നമ്മൾ പ്രൈമറി സ്റ്റോറേജിൽ നിന്ന് സെക്കൻഡറി സ്റ്റോറേജിലേക്ക് കൊണ്ടുപോകും. അത് നമ്മൾ സേവ് ചെയ്യുമ്പോൾ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിലാണ് നോർമലി പോകുന്നത്. അത് ഫോർ ദ പെർമനൻ്റ്ലി സ്റ്റോറിങ്. നമ്മൾ ആ പ്രോഗ്രാമിനെ നമ്മൾ ഒരു പെർമനൻ്റായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഒരു സിസ്റ്റം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം മുതൽ അതിനകത്ത് റൺ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് റൺ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസും പ്ലസ് യൂസേഴ്സ് പ്രോഗ്രാംസ് പ്ലസ് ഡ്രൈവേഴ്സ്, all other things are permanently stored in the secondary storage device. അതുകൊണ്ടാണ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എപ്പോഴും ഹ്യൂജ് സൈസിൽ ഇരിക്കുന്നത്. കാരണം എല്ലാം നമ്മൾ പെർമനൻ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടർ ഓണാക്കി കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിൽ നിന്നും പ്രൈമറി സ്റ്റോറേജ് ഡിവൈസിലേക്ക് വന്നിട്ട് അത് റൺ ചെയ്യുമ്പോഴാണ്, സക്സസ്ഫുള്ളി റൺ ചെയ്യുമ്പോഴാണ് നമ്മൾ സിസ്റ്റം ബൂട്ട് ചെയ്ത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണോ, ഏത് വിൻഡോസ് ഓർ ലിനക്സ് ഓർ ഏത് തരത്തിലുള്ള OS ആയാലും അത് ലോഡ് ചെയ്ത് സിസ്റ്റം വർക്കിംഗ് കണ്ടീഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത്. അത് അങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് ബൂട്ട് ചെയ്ത് അല്ലെങ്കിൽ സിസ്റ്റം വർക്കിംഗ് കണ്ടീഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ, യൂസർ അറിയാതെ തന്നെ അതിനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ധാരാളം പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ റൺ ചെയ്യുന്ന പ്രോഗ്രാംസ് എല്ലാം സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്, അതായത് നമ്മൾ ഹാർഡ് ഡിസ്കിൽ നിന്ന് അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസിൽ നിന്ന് ഏത് ഡിവൈസിൽ നിന്നായാലും അത് നേരെ പ്രൈമറി സ്റ്റോറേജ് ഡിവൈസിലേക്ക് വരുന്നു.
അതെന്തിനാണ് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ CPU എക്സിക്യൂട്ട് ചെയ്യുന്നത് പ്രൈമറി സ്റ്റോറേജ് ഡിവൈസിലിരിക്കുന്ന പ്രോഗ്രാംസ് മാത്രമാണ്, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിലിരിക്കുന്ന പ്രോഗ്രാംസ് അല്ല. അത് കാരണം എന്ന് പറഞ്ഞാൽ CPU സ്പീഡ് വളരെ ഫാസ്റ്റാണ്. അത്രയും ഫാസ്റ്റിൽ റൺ ചെയ്യുന്ന എക്സിക്യൂട്ട് ചെയ്യുന്ന CPU അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന CPU അതേ സ്പീഡിൽ വർക്ക് ചെയ്യേണ്ട ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ മാത്രമേ ഡാറ്റ ട്രാൻസ്ഫർ ഈസി ആയിട്ട് പോസിബിൾ ആവുള്ളൂ. അല്ലെങ്കിൽ സിസ്റ്റം വിൽ ഗോ ടു ദ വെരി വെരി സ്ലോ മോഷൻ. അപ്പോൾ നമ്മൾ എപ്പോഴും കമ്പ്യൂട്ടറിൻ്റെ സ്പീഡാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്പീഡ് കൂട്ടുന്നത് നമ്മുടെ എക്സിക്യൂഷൻ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ പുതിയ പുതിയ പ്രോസസ്സ് നമ്മൾ കണ്ടുപിടിച്ച് പുതിയ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നു. സ്പീഡ് ഓഫ് ഓപ്പറേഷൻ ഷുഡ് ബി ഇൻ വെരി ഹൈ. അപ്പോൾ ആ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന പ്രോസസ്സിന് അതേ സ്പീഡിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മെമ്മറി ഡിവൈസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പെർഫോമൻസ് ആ CPU കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ CPU കൂടെ സ്ലോ ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എപ്പോഴും ഒരു സ്ലോ ഡിവൈസാണ്. കാരണം എന്നല്ല, അതിനകത്ത് ട്രാൻസ്ഫർ ഡിലേ എടുക്കും. അത് സോളിഡ് സ്റ്റേറ്റ് ആണെങ്കിൽ കുറേ കൂടെ ഫാസ്റ്റാണ്. മെക്കാനിക്കൽ ഡിവൈസായ ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ വളരെ സ്ലോ ആണ്. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിലല്ല CPU പ്രോഗ്രാംസ് ഇരിക്കേണ്ടത്, അല്ല CPU വേണ്ട പ്രോഗ്രാംസ് ഇരിക്കേണ്ടത് പ്രൈമറി സ്റ്റോറേജ് ഡിവൈസായ റാമിലേക്കാണ്. അപ്പോൾ നമ്മൾ സിസ്റ്റം ബൂട്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് യൂസേഴ്സിൻ്റെ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആ കണ്ടീഷനിൽ യൂസർ ലോഡ് ചെയ്യുന്നൊരു പ്രോഗ്രാം, യൂസർ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാം. ഫോർ എക്സാമ്പിൾ ഞാനൊരു വേർഡ് ഫയൽ, എക്സൽ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഒരു കമാൻഡാണ് കൊടുക്കുന്നത്. സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിലിരിക്കുന്ന ഏത് ആപ്ലിക്കേഷനാണോ, അത് ഏതർ വേർഡ് ഓർ എക്സൽ ഓർ പവർ പോയിൻ്റ് ഓർ സം അതർ ആപ്ലിക്കേഷൻ, ഏത് ആപ്ലിക്കേഷൻ ആയാലും അത് സെക്കൻഡറി സ്റ്റോറേജിൽ ഇരിക്കുന്നതിനെ നമ്മൾ പ്രൈമറി സ്റ്റോറേജിലേക്ക് കൊണ്ടുവരുന്നു ഫോർ എക്സിക്യൂഷൻ. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെമ്മറി അലോക്കേഷൻ എന്നുള്ള ആൾറെഡി 8ാമത്തെ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ആ മെമ്മറിയെ നമ്മൾ ഫിക്സഡ് പാർട്ടീഷൻ ചെയ്തിട്ടാണ് ആ പാർട്ടീഷനിലേക്കാണ് നമ്മുടെ മെമ്മറി ഈ പ്രോഗ്രാമിനെ ലോഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രോഗ്രാമിനെ ലോഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമ്മൾ 3 അൽഗോരിതം നമ്മൾ ആൾറെഡി എക്സ്പ്ലെയിൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിലൊന്ന് ഫസ്റ്റ് ഫിറ്റ്, ദെൻ ബെസ്റ്റ് ഫിറ്റ്, ദെൻ വേസ്റ്റ് ഫിറ്റ്. ഇതിലേതെങ്കിലും ഒരു മെത്തേഡിൽ നമ്മൾ ഈ പ്രോഗ്രാമിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. അപ്പോൾ ഈ മെമ്മറി എപ്പോഴും ഫിക്സഡ് പാർട്ടീഷൻ മീൻസ് ഞാനത് ആൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇറ്റ് ഈസ് എ പാർട്ടീഷൻ, നമ്പർ ഓഫ് പാർട്ടീഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ്, നോട്ട് സൈസ്. അതിൽ പാർട്ടീഷൻ നമ്പറാണ് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫിക്സഡ് പാർട്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ വരുന്ന പ്രോഗ്രാമിന് ആദ്യത്തെ പാർട്ടീഷനിൽ അതിനകത്ത് ആ പ്രോഗ്രാമിനെ അതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പാർട്ടീഷനിലേക്ക് കിട്ടുന്നു. ബെസ്റ്റ് ഫിറ്റ് ആണെങ്കിൽ ഏറ്റവും ആ പ്രോഗ്രാമിനെ ലോഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലോവസ്റ്റ് പാർട്ടീഷനിലേക്ക് നമ്മൾ ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഈ അൽഗോരിതത്തിൽ ഏതെങ്കിലും ഒരു അൽഗോരിതം വഴി നമ്മൾ പ്രോഗ്രാമിനെ ലോഡ് ചെയ്ത് വയ്ക്കുന്നു. ആ ലോഡ് ചെയ്യുന്ന പ്രോഗ്രാം കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിലായിരിക്കും. ആ ഇരിക്കുന്ന പ്രോഗ്രാമിന് ആ പാർട്ടീഷനിലുള്ളിൽ ലോഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ പ്രോഗ്രാമിനെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് അതിലും ചെറിയ പ്രോഗ്രാമിന് അതിനാണ് നമ്മൾ സ്കിപ്പ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ലോഡ് ചെയ്ത് വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ പ്രോഗ്രാമിനെ റിമൂവ് ചെയ്യുന്നു, വീണ്ടും അടുത്ത പ്രോഗ്രാമിൽ ലോഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ മെമ്മറി ലൊക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു ഈ മെമ്മറി ലൊക്കേഷനകത്ത് വാട്ട് ഈസ് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ. Internal fragmentation means the total number of holes or free area that is available in the memory after loading the program. നമ്മൾ ആ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസ് എല്ലാം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ബാക്കി കിടക്കുന്ന സ്പേസിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു 5 പ്രോഗ്രാം അല്ലെങ്കിൽ 10 പ്രോഗ്രാം ഉണ്ട്. 10 പ്രോഗ്രാമിനെ നമ്മുടെ 20 ലൊക്കേഷനകത്തോട്ട് സ്റ്റോർ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് അതിനൊരു 5 പ്രോഗ്രാമിനെ സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എങ്കിൽ ബാക്കി വരുന്ന ഫ്രീ സ്പേസിനെയാണ് നമ്മൾ ഹോൾസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്.
അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ എപ്പോഴും കൂടുകയോ കുറയുകയോ ചെയ്യുന്നത്. അത് കൂടിയാലും കുറയാലും എന്തായാലും ഇൻറ്റേർണൽ ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എഫക്റ്റീവായിട്ട് ഈ മെമ്മറിയെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കൂടാതെ നമുക്കറിയാം, നമ്മുടെ പ്രോഗ്രാം വളരെ ലെങ്തി പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ ലോഡ് ചെയ്യേണ്ട പ്രോഗ്രാം, ഫോർ എക്സാമ്പിൾ AutoCAD അല്ലെങ്കിൽ അങ്ങനത്തെ ഡിസൈൻ ആപ്ലിക്കേഷൻസ്, മറ്റേ നമ്മുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ്, ഇങ്ങനെ ഉള്ള ആപ്ലിക്കേഷൻസൊക്കെ വളരെ ഹ്യൂജ് സൈസുള്ള ആപ്ലിക്കേഷൻസാണ്. ഈ ആപ്ലിക്കേഷൻസൊക്കെ നോർമലി നമ്മളൊരു കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ ഫ്രാഗ്മെൻറ്റ് ചെയ്തിരിക്കുന്ന ലൊക്കേഷനിലോട്ട് ലോഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒന്നും ഒരിക്കലും നമ്മുടെ ഈ മെത്തേഡ് വഴി നമുക്ക് സിസ്റ്റത്തിലേക്ക് ലോഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ആ സോൾവിങ് മെത്തേഡാണ് നമ്മൾ പേജ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് പേജ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഉള്ള റാം, ഫോർ എക്സാമ്പിൾ 4 GB or 8 GB, ആ റാമിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമിൽ കൂടുതൽ നമുക്ക് എങ്ങനെയെങ്കിലും പ്രോഗ്രാംസിനെ നമുക്ക് CPU-യിലേക്ക് എത്തിക്കണം. ആ ടെക്നിക്കാണ് പേജ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഹാർഡ് ഡിസ്കിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയ, നിങ്ങൾക്കറിയാം, നമ്മൾ വിൻഡോസ് അല്ലെങ്കിൽ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വിൻഡോസിനകത്ത് നമുക്കറിയാം വെർച്വൽ മെമ്മറി എന്ന് പറയുന്നൊരു വിൻഡോസിൻ്റെ സെറ്റിങ്സിനകത്ത് നമ്മളൊരു വെർച്വൽ മെമ്മറി സൈസ് ഡീഫോൾട്ട് അതിനകത്ത് ഉണ്ടാകും. അത് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഡീഫോൾട്ട് വരും. ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വേറെ രീതിയിലാണ്, അതിന് സ്വാപ്പ് സ്പേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഹാർഡ് ഡിസ്കിനെ പാർട്ടീഷൻ ചെയ്യുമ്പോൾ ഒന്ന് റൂട്ട് പാർട്ടീഷനും ചോദിക്കും, പിന്നെ ഒന്ന് സ്വാപ്പ് പാർട്ടീഷനും ചോദിക്കും. ഈ സ്വാപ്പ് പാർട്ടീഷനാണ് നമ്മൾ വെർച്വൽ മെമ്മറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇമാജിനറി മെമ്മറി വിച്ച് ഈസ് ആക്ടിങ് ആസ് എ പ്രൈമറി മെമ്മറി. അതൊരു പ്രൈമറി മെമ്മറി പോലെ ആക്ട് ചെയ്യുന്നേ ഉള്ളൂ, പക്ഷേ അതൊരു പ്രൈമറി മെമ്മറി അല്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ മെമ്മറിയെ വെച്ച് നമ്മൾ പ്രോഗ്രാംസ് നമുക്ക് ലോഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതായത് നമ്മൾ 8 GB റാമുള്ളൊരു സിസ്റ്റത്തിൽ നമ്മളൊരു 50 GB സ്വാപ്പ് സ്പേസ് അല്ലെങ്കിൽ വെർച്വൽ മെമ്മറി സ്പേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ 50 GB സ്പേസിലേക്ക് നമ്മൾ പ്രോഗ്രാമിനെ ലോഡ് ചെയ്ത് കൊണ്ടുവരും. അത് OS ചെയ്യുന്നൊരു ഫങ്ഷനാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിനെ ഈ 50 GB-യിലേക്ക് അല്ലെങ്കിൽ ഈ സ്വാപ്പ് ഫയലിൽ അല്ലെങ്കിൽ വെർച്വൽ മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നത് പറഞ്ഞാൽ ആ വെർച്വൽ മെമ്മറീനെ ഡിഫറൻറ്റ് സൈസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. നമ്മൾ ആ മെയിൻ മെമ്മറിയെ പാർട്ടീഷൻ ചെയ്യുന്ന പോലെ ഇതിനെയും പാർട്ടീഷൻ ചെയ്യും. ഈ ഓരോ പാർട്ടീഷനെ വെർച്വൽ മെമ്മറിയുടെ ഓരോ പർട്ടിക്കുലർ റീജിയൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയെ ആണ് നമ്മൾ പേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം എടുത്തു, അതൊരു 10 GB സ്പേസ് ഉള്ളൊരു പ്രോഗ്രാം ആണെങ്കിൽ ആ പ്രോഗ്രാം ലോഡ് ചെയ്തിരിക്കുന്നത് ഈ ഹാർഡ് ഡിസ്കിലെ ഈ ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷനായ വെർച്വൽ മെമ്മറിയിലേക്കായിരിക്കും കൊണ്ടുവരുന്നത്. അത് നമ്മളൊരു പ്രോഗ്രാം ലോഡ് ചെയ്യുമ്പോൾ മെയിൻ മെമ്മറിയിലേക്ക് പ്രോഗ്രാമിനെ കൊണ്ടുവരാൻ പറ്റുന്നില്ല എങ്കിൽ OS ചെയ്യുന്നൊരു ടെക്നിക്കാണ് ഹാർഡ് ഡിസ്കിൻ്റെ ഈ സ്വാപ്പ് പാർട്ടീഷനകത്തേക്ക് അല്ലെങ്കിൽ വെർച്വൽ മെമ്മറി ഏരിയയിലേക്ക് ഈ പ്രോഗ്രാമിനെ ലോഡ് ചെയ്ത് വയ്ക്കും. അത് കണ്ടിന്യൂസ് ആയിരിക്കില്ല. കാരണം സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിൽ നമുക്കറിയാം, നമ്മൾ ട്രാക്കിലും സെക്ടറുമായിട്ട് ഹാർഡ് ഡിസ്കിനെ ഡിവൈഡ് ചെയ്ത് പല ട്രാക്കിലും സെക്ടറിലുമായിട്ടാണ് പ്രോഗ്രാം ഫയൽസിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. ഈ ഫയലിൻ്റെ ഒരു ഇൻഡെക്സ് ഫോം ഓരോ ഫയലിൻ്റെയും ബിഗിനിങ്ങിലുണ്ടാവും, ഫയൽ ലൊക്കേഷൻ ടേബിളിലുണ്ടാവും. ആ ഫയൽ ലൊക്കേഷൻ ടേബിളിൻ്റെ ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മൾ ഏത് ട്രാക്കിൽ ഏത് സെക്ടറിൽ പ്രോഗ്രാംസ് ഇരിക്കുന്നു എന്ന് കണ്ടുപിടിച്ച് അതിന് കമ്പൈൻ ചെയ്ത് ഒറ്റ ഫയലാക്കി പുറത്തെടുത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതേ മെത്തേഡിൽ ഈ പ്രോഗ്രാമിനെ ഈ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിനെ വെർച്വൽ മെമ്മറിയിലെ പേജുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പല പേജുകളിലായി, ഒരു പേജിൽ കൊള്ളാവുന്ന പ്രോഗ്രാമിലാണെങ്കിൽ അത് ഒരു പേജിനകത്തുള്ളിരിക്കും, അല്ല ഒരു പേജിൽ കൊള്ളില്ല എങ്കിൽ പല പേജുകളിലാക്കി ഒരു പ്രോഗ്രാമിനെ
ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റോർ ചെയ്ത് വയ്ക്കും. എന്തിനെന്ന് ചോദിച്ചാൽ ഫോർ എക്സിക്യൂഷൻ. കാരണം എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിലാണ് ഇരിക്കുന്നത്. അതിന് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്ത്, ഫോർ എക്സാമ്പിൾ ഒരു ഓട്ടോ കാർഡ് എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്ത് അതിനെ കൊണ്ടുവന്ന് പ്രൈമറി മെമ്മറിയിൽ വെക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഈ സ്വാപ്പ് പാർട്ടീഷൻ അല്ലെങ്കിൽ ഈ വെർച്വൽ മെമ്മറി ഏരിയയിലേക്ക് പല പല പേജുകളിലാക്കി ഈ പ്രോഗ്രാമിനെ OS ലോഡ് ചെയ്ത് വയ്ക്കും. ഈ പേജിൽ നിന്ന് ഓരോ പേജുകളെടുത്താണ് നമ്മളെ പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് ഒരു പ്രോഗ്രാമിനെ ഫുള്ളായിട്ട് ലോഡ് ചെയ്ത് പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നില്ല. നമുക്കറിയാം ഒരു പ്രോഗ്രാം എപ്പോഴും അതിനൊരു ബിഗിനിങ് പോർഷൻ ഉണ്ടാവും, അതുപോലെ ഒരു എൻഡും ഉണ്ടാവും. അപ്പം ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന നമുക്കറിയാം നമ്മുടെ സിസ്റ്റം എല്ലാം മൾട്ടി ടാസ്കിങ് ആണ്. മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ടാസ്ക് മോർ ദാൻ വൺ ടാസ്ക് അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് നമ്മൾ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത്. അതൊരിക്കലും പോസിബിൾ അല്ല. മോർ ദാൻ വൺ ടാസ്ക് അറ്റ് എ ടൈമിലേക്ക് ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു പ്രോസസ്സർ എപ്പോഴും ഒരു ടാസ്ക് ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ എക്സിക്യൂട്ട് ചെയ്യും, ഒരു പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യും. ദെൻ അതിനെ മാറ്റി നിർത്തിയിട്ട് അടുത്ത പ്രോഗ്രാം എടുത്ത് ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ അത് എക്സിക്യൂട്ട് ചെയ്യും, വീണ്ടും അതിനെ മാറ്റി വെച്ചിട്ട് അടുത്ത പ്രോഗ്രാം അതിനെ നമ്മൾ ഒരു ഇല്യൂഷൻ ഉണ്ടാകും ഈ പ്രോഗ്രാംസ് സൈമൾട്ടേനിയസ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നു. ആക്ച്വലി അത് സൈമൾട്ടേനിയസ്ലി അല്ല എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ ആ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡ്സ് ആയിരിക്കും. അത് എക്സിക്യൂട്ട് ചെയ്യും, തന്നെ അതിനെ റീപ്ലേസ് ചെയ്യും, അടുത്ത പ്രോഗ്രാമിന് ഫ്രാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും, വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് വീണ്ടും ആദ്യ പ്രോഗ്രാം എവിടെയാണോ എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ കണ്ടിന്യൂഷനാണ് ചെയ്യുന്നത്, ആദ്യം മുതലല്ല അതിൻ്റെ കണ്ടിന്യൂഷൻ. അപ്പം നമുക്ക് തോന്നും മോർ ദാൻ വൺ പ്രോഗ്രാംസ് സൈമൾട്ടേനിയസ്ലി എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രോഗ്രാംസിനെ പല പല പേജുകളിലാക്കി സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിലെ വെർച്വൽ മെമ്മറിയിൽ അല്ലെങ്കിൽ സ്വാപ്പ് മെമ്മറിയിൽ കൊണ്ടുവന്ന് വയ്ക്കും. എന്നിട്ട് ഈ പ്രോഗ്രാമിനെ പ്രൈമറി മെമ്മറിയുടെ അവൈലബിലിറ്റി അനുസരിച്ച് ആ പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നു. ഈ പ്രൈമറി മെമ്മറിയുടെ ഏത് പോർഷനിലാണോ കൊണ്ടുവരുന്നത് ആ പോർഷനെ നമ്മൾ ഫ്രെയിം എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി സ്റ്റോറേജ് മെമ്മറി അല്ലെങ്കിൽ വെർച്വൽ മെമ്മറിയുടെ ഒരു പർട്ടിക്കുലർ പേജിനെ എടുത്ത് പ്രൈമറി മെമ്മറിയുടെ ഒരു ഫ്രെയിമിനകത്തോട്ട് വയ്ക്കും. അപ്പോൾ ഈ ഒരു എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പ്രൈമറി മെമ്മറിയിൽ നിന്ന് മാറ്റി സെക്കൻഡറി സ്റ്റോറേജിൽ വീണ്ടും കൊണ്ടുവയ്ക്കുന്നു, അടുത്ത പ്രോഗ്രാമിനെടുത്ത് വീണ്ടും വയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനെ സെക്കൻഡറി സ്റ്റോറേജ് വെർച്വൽ മെമ്മറിയിൽ നിന്ന് പ്രൈമറി മെമ്മറിയിലേക്കും പ്രൈമറി മെമ്മറിയിൽ നിന്ന് തിരിച്ച് വെർച്വൽ മെമ്മറിയിലേക്കും പ്രോഗ്രാംസിൻ്റെ ഓരോ പേജുകൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ പേജ് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്വാപ്പ് ഇൻ സ്വാപ്പ് ഔട്ട് എന്ന് പറയുന്നത്. പേജ് അകത്തേക്ക് പോകുന്ന വെർച്വൽ മെമ്മറിയിൽ നിന്ന് അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിൽ നിന്ന് പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ് ആ റാമിലേക്ക് ഒരു പർട്ടിക്കുലർ പേജിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമ്മൾ സ്വാപ്പ് ഇൻ എന്നും, ആ പ്രോസസ്സ് കഴിഞ്ഞിട്ട് അതിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് ആ പ്രോഗ്രാമിനെ തിരിച്ച് സെക്കൻഡറി മെമ്മറിയിലേക്ക് മാറ്റുന്നതിന് സ്വാപ്പ് ഔട്ട് എന്നാണ് പറയുന്നത്. ഇത് എന്തിനാണ് മാറ്റുന്നതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയതിനെ തിരിച്ചു കൊണ്ടുവരുന്ന അടുത്ത പ്രോഗ്രാമിനെ എടുത്ത് ആ ഫ്രീ സ്പേസിൽ വേണം അടുത്ത പ്രോഗ്രാമിനെ ഹോൾഡ് ചെയ്യാൻ, കാരണം റാം സൈസ് കുറവാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പേജ് റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേജ് റീപ്ലേസ്മെൻറ്റ് ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റൂളിൽ വേണം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രൊസീജിയറിൽ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് ആകെ നാശമാവും. അപ്പോൾ അതിലൊരു മെത്തേഡാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന മെത്തേഡ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതിൽ നിങ്ങൾക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും എന്താണ് ഈ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം വരുന്ന പേജ് ആദ്യം എടുത്ത് വയ്ക്കുന്നു, എന്നിട്ട് ആ അടുത്ത് ഇങ്ങനെ പേജുകൾ വരുന്നു, ആ റാം ഫില്ലാകുമ്പോൾ ആദ്യം വന്ന പേജിനെ ആദ്യം എടുത്ത് പുറത്തേക്ക് സ്വാപ്പ് ഔട്ട് ചെയ്യുന്നു, എന്നിട്ട് ആ ഏരിയയിലേക്ക് അടുത്ത പ്രോഗ്രാമിന് ഫ്രഷായിട്ട് വരുന്ന ഒരു പേജിനെ എടുത്ത് വയ്ക്കുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന പേജ് റീപ്ലേസ്മെൻറ്റ് ആൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു വെർച്വൽ മെമ്മറിയുടെ ഒരു സ്കെലട്ടൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ഹാർഡ് ഡിസ്ക്കാണ്. ഹാർഡ് ഡിസ്കിന് അകത്തുള്ള ഓരോ ലൊക്കേഷൻസാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഓരോ ഫയലിൻ്റെ ഓരോ പോർഷൻസ് അല്ലെങ്കിൽ ഓരോ പേജസ് ഈ ലൊക്കേഷൻസിലാണ് നമ്മൾ ഹോൾഡ് ചെയ്യണം. ഇത് നമ്മളെ റാം ഫിസിക്കൽ മെമ്മറി, ദെൻ ഇത് നമ്മളെ വെർച്വൽ മെമ്മറി.
ഈ വെർച്വൽ മെമ്മറിയിൽ പേജുകൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഏത് പേജ് നടന്ന് ഇരിപ്പുണ്ട്. ഇതിനൊരു വെർച്വൽ അഡ്രസ്സും ഉണ്ടാവും നമുക്ക്, അല്ലെങ്കിൽ ഒരു ഈ ലോജിക്കൽ അഡ്രസ്സ്. ഇതിന് വെർച്വൽ മെമ്മറിക്കകത്തിരിക്കുന്ന വെർച്വൽ അഡ്രസ്സ് അല്ലെങ്കിൽ ലോജിക്കൽ അഡ്രസ്സ്. റാമിൻ്റെ അഡ്രസ്സ് ഫിസിക്കൽ മെമ്മറിക്കകത്തിരിക്കുന്നതാണ് ആക്ച്വൽ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ അഡ്രസ്സിങ് നടക്കുന്ന ഇതാണ്. അപ്പോൾ ഈ ലോജിക്കൽ അഡ്രസ്സ്, അതായത് വെർച്വൽ മെമ്മറിയിലിരിക്കുന്നൊരു പേജ് ഫിസിക്കൽ മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ വെർച്വൽ മെമ്മറിയുടെ ലോജിക്കൽ അഡ്രസ്സിനെ നമ്മൾ ഫിസിക്കൽ മെമ്മറിയിലെ ഫിസിക്കൽ അഡ്രസ്സാക്കി ട്രാൻസ്ഫർ മാറ്റണം. നോർമലി ഈ പ്രോസസ്സ് ചെയ്യുന്നത് നമ്മൾ ആ പ്രോസസ്സറിനകത്തിരിക്കുന്ന മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ് ഉണ്ട്. അതൊരു വേറൊരു പ്രോസസ്സറാണ്. ആ പ്രോസസ്സർ ഈ ഒരു അഡ്രസ് ചേഞ്ച്, ലോജിക്കൽ അഡ്രസ്സ് അല്ലെങ്കിൽ ഒരു വെർച്വൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സിലേക്ക് മാറ്റുന്നത് മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റാണ് ചെയ്യുന്നത്. സി പി യുവിനകത്തിരിക്കുന്ന ഒരു പ്രോസസ്സറാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ മെമ്മറി മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു മാപ്പിംഗ് നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേജ് ആക്ച്വലി ഇത് ഇങ്ങോട്ട് ഫിസിക്കൽ മെമ്മറിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ആക്ച്വലി ഇരിക്കുന്നത് ലോജിക്കൽ വെർച്വൽ മെമ്മറിയുടെ, അതായത് ഹാർഡ് ഡിസ്കിൻ്റെ ഒരു പർട്ടിക്കുലർ ട്രാക്ക് സെക്ടർ ഏരിയയിലായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ടാവും. പ്ലസ് അത് ഫിസിക്കൽ മെമ്മറിയുടെ ഏത് ഫ്രെയിമിലാണ് വന്നത് എന്നുള്ള ഇൻഡിക്കേഷന് ഈ മെമ്മറി മാപ്പിങ്ങിനകത്തുണ്ടാകും. കാരണം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ കൊണ്ടെങ്കിൽ മാത്രമേ അത് തിരിച്ച് കൊണ്ടുവന്ന് നമുക്ക് ഹാർഡ് ഡിസ്കിനകത്തോട്ട് അല്ലെങ്കിൽ വെർച്വൽ മെമ്മറിക്കകത്തോട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു മെമ്മറി മാപ്പിംഗ്, കാരണം രണ്ട് മെമ്മറിയാണ് സൈമിൾട്ടേനിയസ്, ഒരു വെർച്വൽ മെമ്മറി ഉണ്ട്, ഒരു ഫിസിക്കൽ മെമ്മറി ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻഡിക്കേഷൻ ഈ മെമ്മറി മാപ്പിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ വെർച്വലൈസേഷൻ, വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ ഓരോ കണ്ട ഇവിടെ പേജ് 0, പേജ് 1, പേജ് 2 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പേജ് വി വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് പേജസിലായിട്ടാണ്. ഇതൊരു ഫിക്സഡ് സൈസ് പാർട്ടീഷൻ, ഫിക്സഡ് സൈസ് ബ്ലോക്കാണ് ഇതിനകത്ത് ഈ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിനകത്ത് ഈ പേജസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ വെർച്വൽ മെമ്മറിയിൽ അല്ലെങ്കിൽ സ്വാപ്പ് സ്പേസിനകത്ത് ഇരിക്കുന്നത്. അതൊരു ഹാർഡ് ഡിസ്കിൻ്റെ ഒരു പർട്ടിക്കുലർ സ്പേസാണ്. ആ സ്പേസിനകത്താണ് ഇതിനെ കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് യൂസറിന് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ അല്ലത്. അത് നമ്മൾ പാർട്ടീഷൻ ചെയ്യുമ്പോൾ തന്നെ അത് വിൻഡോസിലായാലും ലിനക്സിലായാലും ആ പാർട്ടീഷൻ സ്പേസ് നമ്മൾ കൊടുക്കണം. അത് വെർച്വലൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏരിയയാണ്. ആ പറയുന്ന പോർഷനിലാണ് വോയിസ് ഇതുപോലെ നമ്മൾ പ്രോഗ്രാംസിനെ ഡിഫറെൻറ്റ് പേജുകളിലാക്കി സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ ഈ പ്രോസസ്സ് വെർച്വൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സിലേക്ക് പ്രോഗ്രാമിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇന്ന് നടക്കുന്ന അഡ്രസ് ചേഞ്ച് നടക്കുന്നത് മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടുന്ന് ഒരു പേജിനെ എടുത്ത് ഇവിടെ കൊണ്ടുവരുന്നു. ആ പേജ് ഇത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ആദ്യം നമ്മളെ ഫ്രെയിം ഫ്രീ ആണെങ്കിൽ, എല്ലാ ഫ്രെയിമും ഫ്രീ ആണെങ്കിൽ ഇതിനകത്ത് വേണ്ട ഓരോ പ്രോഗ്രാമിൻ്റെയും ഓരോരോ പേജസ്, ഒരു പ്രോഗ്രാമിൻ്റെ അല്ല ഡിഫറെൻറ്റ് പ്രോഗ്രാംസിൻ്റെ ഡിഫറെൻറ്റ് പേജസ് റാമിനകത്തേക്ക് പ്ലേസ് ചെയ്യും. കാരണം അത്രയും പ്രോഗ്രാംസ് ക്യൂവിലാണ്, എക്സിക്യൂട്ട് ചെയ്യാനുള്ള ക്യൂവിലാണ്. അതിൽ ഓരോ പ്രോഗ്രാംസിൻ്റെയും ഓരോ സ്റ്റാർട്ടിങ് പേജസുകൾ ഓരോന്നായിട്ട് ഈ ഫ്രെയിമിനകത്തോട്ട്, ഇതിനെയാണ് നമ്മൾ ഫ്രെയിംസ് എന്ന് പറയുന്നത്, ഇതിനെ പേജസ് എന്ന് പറയും. ഈ ഫ്രെയിംസിനകത്തോട്ട് പ്ലേസ് ചെയ്യും. അപ്പോൾ ഇത് ഫുള്ളാവും. കാരണം എന്ന് പറഞ്ഞാൽ ഇത് സൈസ് വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്. അപ്പോൾ ഇത് ഫുള്ളാകുമ്പോൾ ഇത് അടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നൊരു പ്രോഗ്രാം ഇതിനകത്തോട്ട് ലോഡ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ആൾറെഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ പ്രോഗ്രാംസിനെ പുറത്തേക്ക് മാറ്റണം. അപ്പോൾ ഈ പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ മെത്തേഡാണ് പേജ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അകത്തേക്കും പുറത്തേക്കും ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ് പേജ് റീപ്ലേസ്മെൻറ്റ്. അതിൽ FIFO, LRU, LFU മെത്തേഡാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിലെ FIFO എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. FIFO is implemented in the operating system by keeping track of all the pages in a queue. The newest page is at the head of the queue and the oldest page is in the tail.
അപ്പോൾ ഇങ്ങനെയാണ് ന്യൂ പേജ് എപ്പോഴും ഹെഡിലും ഓൾഡ് പേജ് ടെയിലുമാണ് കിടക്കുന്നത്. The OS maintains the list of all pages which are residing in the memory. When a new page is bought from the virtual memory, the new page requests the main memory. ഒരു ലിസ്റ്റ് ഓഫ് മെമ്മറി പേജസിൽ നിന്ന് ഒരു പേജിനെ നമ്മൾ വെർച്വൽ മെമ്മറിയിൽ നിന്ന് മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു റിക്വസ്റ്റ് അവിടെ വരികയാണ്. മെയിൻ മെമ്മറിയിൽ റിക്വസ്റ്റ് വരുന്നു. ആ റിക്വസ്റ്റ് വരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതൊരു മെയിൻ മെമ്മറിയുടെ ഫ്രെയിംസാണ്. ഇതിനകത്ത് 3 ഫ്രെയിംസാണുള്ളത്. അതായത് നമ്മൾ മെയിൻ മെമ്മറി 3 ഫ്രെയിമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന ഈ 1, 3, 0, 3, 5, 6 എന്നൊക്കെ പറയുന്ന പേജ് നമ്പറുകളാണ്. ഓരോ പ്രോഗ്രാമിൻ്റെയും പേജ് നമ്പറുകളാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കൺസിഡർ ദ പേജ് റെഫറൻസ് സ്ട്രിങ്. ഈ പേജ് റെഫറൻസ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പേജുകളുടെ ഈ നമ്പറുകളാണ്. ഈ നമ്പറുകൾ, ആ നമ്പറുകളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. 1, 3, 0, 3, 5, 6 അങ്ങനെ 6 റെഫറൻസ് സ്ട്രിങ്. ആദ്യം വരുന്ന 1ാമത്തെ പേജ്, ദെൻ 3ാമത്തെ പേജ്, ദെൻ 0th പേജ്, ദെൻ 3rd പേജ്, ദെൻ 5th പേജ്, ദെൻ 6th പേജ്. ഇങ്ങനെ 6 പേജുകൾ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഈ പേജുകളെയാണ് നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ കൊണ്ടുവരുന്നു എന്ന് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി ഫസ്റ്റിലെ നമ്മുടെ ഫ്രെയിമുകളെല്ലാം കാലിയായിരിക്കും. ഈ ഫ്രെയിം എംപ്റ്റി ആണെങ്കിൽ ഈ വരുന്ന ഫ്രെയിം നോർമലി ചെക്ക് ചെയ്യുന്ന ഈ വരുന്ന ഒരു പേജ് ഈ പറയുന്ന ഫ്രെയിമിനകത്ത് ആൾറെഡി ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഇല്ല എങ്കിൽ അതിനെ നമ്മളൊരു മിസ് എന്ന് പറയുന്നത്, പേജ് മിസ്. നോർമലി റാം എംപ്റ്റി ആണ്, ഇതിനെ ഫ്രെയിംസ് എല്ലാം എംപ്റ്റി ആണ്. അപ്പോൾ ഈ വരുന്ന ഫ്രെയിം ഇതിനകത്ത് ഇല്ല എങ്കിൽ അതിനെ ഫോൾട്ട് അല്ലെങ്കിൽ മിസ് എന്നാണ് പറയുന്നത്, പേജ് മിസ് അല്ലെങ്കിൽ പേജ് ഫോൾട്ട്. ഈ ക്വസ്റ്റ്യനിൽ എപ്പോഴും നമുക്ക് എഴുതുന്നത് നമ്പർ ഓഫ് പേജ് ഫോൾട്ട്സ് ആയിരിക്കും. ഫൈൻഡ് ദ നമ്പർ ഓഫ് പേജ് ഫോൾട്ട്സ് എത്രയെന്നായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ തരുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ ഒരു ഹിറ്റ് റേഷ്യോ കൂടെ തരും. ഇത് രണ്ടുമായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോർമലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഫോൾട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പേജ് വരുമ്പോൾ ആ പേജ് ഇതിനകത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്യുമ്പോൾ ഇല്ല എങ്കിൽ അതിന് ഫോൾട്ട് അല്ലെങ്കിൽ മിസ് എന്ന് പറയും, പേജ് മിസ് അല്ലെങ്കിൽ പേജ് ഫോൾട്ട്. നോർമലി അത് ഫോൾട്ടാണ്. ഇപ്പം 5 നമ്പേഴ്സ് ഓഫ് ഫ്രെയിംസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് 5 ഫോൾട്ട് അതിനകത്തുണ്ടായിരിക്കും. കാരണം 5 ഫ്രെയിമും അതിനകത്ത് കാലിയായിരിക്കും. ഓരോ ഫ്രെയിമും അതുപോലെ പേജും അതിനകത്ത് ഓരോ ഫ്രെയിമിനകത്തോട്ട് നമ്മൾ പ്ലേസ് ചെയ്യും. ഇപ്പോൾ 1ാമത്തെ പേജാണ് ഇവിടെ വരുന്നത്. ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ കാലിയായിരുന്നു. അപ്പോൾ ആ ഫോൾട്ടാണ് വന്ന് ആ പേജിനെ നമ്മളവിടെ പ്ലേസ് ചെയ്യും, ഫസ്റ്റ് ഫ്രെയിമിൽ പ്ലേസ് ചെയ്യും. ദെൻ അടുത്ത് വരുന്നത് 3rd പേജാണ്. ആ 3rd പേജ് ഇതിനകത്തുണ്ടോ എന്ന് നോക്കും. ഇതിനകത്ത് ഉണ്ടെന്ന് നോക്കും. ഇല്ല എങ്കിൽ ഉടനെ തന്നെ അത് വീണ്ടും ഫോൾട്ടാണ്. അതിന് 1ാമത്തെ അവിടെ ഇരിപ്പുണ്ട്. 2ാമത്തത് 2nd ഫ്രെയിമിനകത്തോട്ട് ആ 3rd പേജിന് പ്ലേസ് ചെയ്യും. അടുത്തത് 0th പേജാണ് വരുന്നത്. 0th പേജ് ഇതിനകത്തുണ്ടോ എന്ന് നോക്കും. വീണ്ടും ഫോൾട്ടാണ് വരുന്നിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ആ 0th പേജിന് 3rd ഫ്രെയിമിനകത്തോട്ടും പ്ലേസ് ചെയ്യും. അപ്പം നമുക്ക് നോക്കാം 3 ഫ്രെയിം ഫുള്ളായി. ഇനി അടുത്ത് വരുന്നത് 3 ആണ്. 3 എന്ന് പറയുന്ന പേജ് ഇതിനകത്തോട്ട് വരുന്നതിന് മുമ്പ് ആദ്യം ഇതിനകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അപ്പം നോക്കിക്കഴിഞ്ഞാൽ 3rd പേജ് ഇതിനകത്ത് ആൾറെഡി 2nd ഫ്രെയിമിനകത്ത് ഇരിപ്പുണ്ട്. അങ്ങനെ ഒരു പേജ് ആൾറെഡി ഇതിനകത്തുണ്ടെങ്കിൽ പിന്നെ അവിടെ റീലോഡിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിനെ നമ്മൾ ഹിറ്റ് എന്ന് പറയും, പേജ് ഹിറ്റ് എന്ന് പറഞ്ഞാൽ CPU അവിടെ ഒരു പേജ് റീപ്ലേസ്മെൻറ്റ് നടത്തുന്നില്ല. അത് കണ്ടിന്യൂ ചെയ്ത് അതിൻ്റെ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യും. ആ പേജ് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. കാരണം അത് ഫുൾ എക്സിക്യൂട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ആ പേജ് അവിടെ ഇരിക്കുന്നത്. അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ഇനി ഫുൾ എക്സിക്യൂട്ട് ചെയ്തില്ല എങ്കിൽ അത് അതിനകത്ത് ഇരിക്കണമെന്നല്ല, അത് പുറത്തേക്ക് എടുത്ത് കളഞ്ഞിട്ട് അടുത്ത ഫ്രെയിമിനെ കൊണ്ടുവരും. ഇതിപ്പോൾ ആൾറെഡി ഇത് എക്സിക്യൂട്ട് ചെയ്ത് വേറെ ഫ്രെയിം ക്യൂവിലില്ലായിരുന്നു, വേറെ പേജ് ക്യൂവിലില്ലായിരുന്നു, പ്രസിഡൻസ് ഇതിനായിരുന്നു ഇരുന്നത്. അതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് വീണ്ടും കണ്ടിന്യൂ എക്സിക്യൂട്ട് ചെയ്യും. അതിൻ്റെ ടൈം സ്ലാപ്പ് കഴിയുമ്പോൾ അതിനെ വീണ്ടും അടുത്ത പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ചിലപ്പോൾ ഇത് ഇവിടുന്ന് പുറത്തേക്ക് പോകും, അടുത്ത പേജ് വരുമായിരിക്കും. അത് നമ്മുടെ പേജ്
മെമ്മറി മാനേജ്മെൻറ്റ് എങ്ങനെയാണോ അതുപോലെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ 3 ഇതിനകത്ത് ആൾറെഡി ഉള്ളതുകൊണ്ട് അത് പേജ് ഫോൾട്ടല്ല, അല്ലെങ്കിൽ പേജ് മിസ്സല്ല, അതൊരു ഹിറ്റാണ്. പേജ് ആൾറെഡി ഉണ്ടെങ്കിൽ അതിന് ഹിറ്റ് എന്ന് പറയും. അടുത്ത് വരുന്നത് 5 എന്ന് പറയുന്ന പേജാണ്. ഈ 5 എന്ന് പറയുന്ന പേജ് ഇതിനകത്ത് നോക്കുമ്പോൾ ഇല്ല എങ്കിൽ ഇതിനകത്ത് ഏറ്റവും ഓൾഡസ്റ്റ്, അതായത് ഏറ്റവും ഓൾഡസ്റ്റ് ആദ്യം ഫസ്റ്റ് കയറിയ ഫ്രെയിം അല്ല പേജ് പുറത്തേക്ക് പോകും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റിൽ കയറിയ പേജ് 1 ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1. ആ 1 എന്ന് പറഞ്ഞ പേജിനെ എടുത്ത് മാറ്റും, പകരം 5 എവിടെയും പ്ലേസ് ചെയ്യും. അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടായി. അപ്പോൾ 5 പ്ലേസായി, 035 ആയി. അടുത്ത് വരുന്നത് 6 എന്ന് പറയുന്ന പേജാണ്. 6 എന്ന് പറയുന്ന പേജ് ഇവിടെ നോക്കുമ്പോൾ 6 ഇല്ല എങ്കിൽ ഇനി ഇതിനകത്തിരിക്കുന്ന ഓൾഡസ്റ്റ് പേജ് ആണ് 3 ആണ്. ആ 3 റിമൂവ് ചെയ്യും, ആ സ്ഥാനത്ത് 6 പ്ലേസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫ്രെയിംസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഫസ്റ്റ്. ഇനി ഒരു പേജ് കൂടെ വരുന്നത്. ഫോർ എക്സാമ്പിൾ പേജ് നമ്പർ 3 ആണ് വീണ്ടും വരുന്നതെങ്കിൽ ഇവിടെ 3 ഇല്ല എങ്കിൽ ഇതിലെ ഓൾഡസ്റ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 പ്ലേസ് ചെയ്ത് 3 കൂടെ വരും. അപ്പോൾ ഇങ്ങനെ ഈ പേജിനെ റീപ്ലേസ് ചെയ്യുന്ന മെത്തേഡാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇതിൽ ടോട്ടൽ നമുക്ക് കണ്ടുപിടിക്കുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് പേജ് ഫോൾട്ട്സ് ആണ് കണ്ടുപിടിക്കുന്നത്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പേജ് ഫോൾട്ട്സ്? പേജ് ഫോൾട്ട്സ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര ഫോൾട്ട് അല്ലെങ്കിൽ എത്ര മിസ്സാണ് വന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്രയും ആണ് ടോട്ടൽ നമ്പർ ഓഫ് പേജ് ഫോൾട്ട്. ഇവിടെ 1 2 3 4 5 5 പേജ് ഫോൾട്ട് ഇതിനകത്തുണ്ട്. ഇനി അടുത്തൊരു ചിലപ്പോൾ ചോദിക്കാം, വാട്ട് ഈസ് ഫൈൻഡ് ദ ഹിറ്റ് റേഷ്യോ. ഹിറ്റ് റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഹിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് റെഫറൻസ് സ്ട്രിങ്. റെഫറൻസ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഓരോരോ പേജസ്, എത്ര പേജാണോ നമുക്ക് ഇതിനകത്തോട്ട് ലോഡ് ചെയ്യാനുണ്ടായിരുന്നത്. ഇതിലിപ്പോൾ 6 ആണ്. അപ്പോൾ ഹിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഹിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് റെഫറൻസ് പേജസ്, അത് 1/6 എന്ന് വരും. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യനിൽ നമുക്ക് നോർമലി കണ്ടുപിടിക്കാൻ ഉള്ള, അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്ത് റിസൾട്ട് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം. എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇത് ഇനി നമുക്ക് പ്രോഗ്രാം വഴി ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതായത് നിങ്ങൾ ഈ അൽഗോരിതം വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ സ്വയം ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ ഞാനത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നാലും നിങ്ങൾ അൽഗോരിതം മനസ്സിലാക്കിയിട്ട് ആ അൽഗോരിതം വെച്ചിട്ട് നിങ്ങൾ പ്രോഗ്രാം ചെയ്യാം. അപ്പം ഞാൻ പ്രോഗ്രാം ചെയ്ത് കാണിക്കാം. ഓക്കെ, നമുക്ക് പ്രോഗ്രാം എഴുതാം. ഇപ്പം ഞാനിവിടെ റെഫറൻസ് സ്ട്രിങ് എന്ന് പറഞ്ഞ് നമ്മുടെ ഏതൊക്കെ പേജസാണ് നമ്മൾ മെമ്മറിയിലേക്ക് സ്വാപ്പ് ഇൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വാപ്പ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ റെഫറൻസ് സ്ട്രിങ് എന്നത്. റെഫറൻസ് സ്ട്രിങ് എന്നാണ് പറയുന്നത്. നമ്മൾ പേജ് നമ്പേഴ്സാണ് 1 3 0 3 5 6 1. ഈ പേജസാണ് നമുക്കിതിനകത്ത് പ്രോപ്പർലി കൊണ്ടുവന്ന് സ്വാപ്പ് ഇൻ ചെയ്യുകയും അത് കഴിഞ്ഞ് സ്വാപ്പ് ഔട്ട് ചെയ്യുകയും ചെയ്തിട്ട് ഇത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫ്രെയിംസ് ഇതാ ഫ്രെയിം നമ്പർ 1-ൽ -1, ഫ്രെയിം 2-ൽ -1, ഫ്രെയിം 3-ൽ -1. ഈ -1 വയ്ക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമുക്ക് പേജ് നമ്പർ 0 ഉണ്ട്. അപ്പോൾ ഇവിടെ 0 വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് empty ആണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ emptyയെ നമ്മൾ -1, കാരണം നമ്മളൊരു അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അറേയിൽ ഗാർബേജ് വാല്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു റെഫറൻസ് 0 എന്ന് പറയുന്ന ഒരു empty എന്ന് പറയുന്ന ഒരു വാല്യൂ ഇല്ല. അപ്പോൾ ഇതിനകത്തൊരു ഡീഫോൾട്ട് വാല്യൂ ഉണ്ട്. അതിന് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ -1 ആക്കുന്നു. -1 റെപ്രസെൻറ്റ്സ് ദ ഫ്രെയിം ഈസ് empty. അപ്പോൾ ഇവിടെ 3 ഫ്രെയിമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് 4 പേജസും ഉണ്ട്. അല്ല, 7 പേജസും 3 ഫ്രെയിംസും. ഈ 7 പേജിനെ 3 ഫ്രെയിംസിലായിട്ട് കൊണ്ടുവന്ന് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെ ടാസ്ക്. പിന്നെ ഫോൾട്ട് 0 മിസ് 0 ആയിട്ട്, അല്ല മിസ്സല്ല, ഇത് ഹിറ്റ് 0 ആയിട്ട് നമ്മൾ വയ്ക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിലിമിനറി അറേഞ്ച്മെൻറ്റ്. ഇത്രയും ആണ് നമ്മൾ ചെയ്തിട്ടാണ് നമ്മളിത് വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യുന്നത്. ഇത് പ്രോഗ്രാം ചെയ്യുന്നതനുസരിച്ച് നമ്മൾ വാല്യൂ കൊടുത്തിട്ട് അതങ്ങനെ മോഡിഫൈ ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ പ്രോഗ്രാം എഴുതുകയാണ്. പേജ് റീപ്ലേസ് PR FIFO .c എന്നുള്ള പേര് കൊടുത്തു.
stdio.h കൊടുക്കുക. മെയിൻ എഴുതുകയാണ്. ഞാൻ 2 അറേയാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് റഫറൻസ് സ്ട്രിങ്ങിനും പിന്നൊന്ന് ഫ്രെയിംസിനും. അപ്പോൾ ഒന്ന് റഫറൻസ് സ്ട്രിങ്ങിന് ഞാൻ RS എന്ന് ഷോർട്ട് ചെയ്ത് എഴുതി. അങ്ങനെ ഞാനൊരു 20 ലൊക്കേഷൻസ് കൊടുത്തു. അത് കഴിഞ്ഞ് ഫ്രെയിംസിന് ഫ്രെയിം എന്ന് കൊടുത്തു. അത് ഒരു 5 കൊടുത്തു. ഇനി വേണ്ടത് നമ്പർ ഓഫ് ഫ്രെയിംസും നമ്പർ ഓഫ് പേജസും. പിന്നെ ഒരു I ലൂപ്പിനെയും J ലൂപ്പിനെയും ചെയ്യുന്ന 2 വേരിയബിളും ഞാൻ ഇങ്ങനെ കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് ഫോൾട്ടും ഹിറ്റും. ഫോൾട്ട് അത് ഞാൻ ഇനിഷ്യലി 0 ആക്കും, കാരണം നമ്മളിവിടെ 0 ആക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ 0 ആക്കുന്നു. ദെൻ ഹിറ്റിനെയും 0 ആക്കുന്നു. ഇത്രയും വെച്ചു. എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇനിഷ്യലി ഞാൻ ചോദിക്കുന്നത് എത്ര നമ്പർ ഓഫ് പേജസ് എന്നുള്ള എൻ്റെ ടോട്ടൽ പേജസ്. നമ്മൾ ഈ പേജുകളുടെ കൗണ്ടാണ് ചോദിക്കുന്നത്. എൻ്റർ നമ്പർ ഓഫ് പേജസ്. അതിനെ സ്കാൻ ചെയ്യുന്നു. നമ്പർ ഓഫ് പേജസ് NOP എന്നുള്ള ഈ വേരിയബിളിനകത്തോട്ട് നമ്പർ ഓഫ് പേജസിൻ്റെ ഷോർട്ടാണ് ആംപർസാൻഡ് NOP. ഇനി ആ പേജസ് എല്ലാം റീഡ് ചെയ്യാം. സ്ട്രിങ് നമ്മൾ റഫറൻസ് സ്ട്രിങ്സ് എന്നാണ് പറയുന്നത്. 1 by 1 ആയിട്ട് അറിയണേ. അപ്പോൾ നമ്പർ ഓഫ് മോർ ദാൻ 1 ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഫോർ ലൂപ്പ് എഴുതുന്നു. ഫോർ I. ഞാൻ ഇൻഡെക്സ് പൊസിഷൻ 1 നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ 1 ആണ്. 1, 2, 3 ഇങ്ങനെ പോവുകയാണ്. നമുക്കറിയാം ന്യൂമറിക്കൽ അറേ ഇതിനകത്ത് ന്യൂമറിക്കൽ അറേ എന്ന് പറയുന്നത് 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ 0 എലിമിനേറ്റ് ചെയ്ത് ഇതിന് മുമ്പ് 0 ഉണ്ട്. ആ 0 പൊസിഷൻ യൂസ് ചെയ്യുന്നില്ല. 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 ആദ്യത്തെ റഫറൻസ് സ്ട്രിങ് വയ്ക്കുന്നു. ദെൻ 2 സെക്കൻഡ് വയ്ക്കുന്നു. അങ്ങനെ ടോട്ടലി 7 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഫ്രെയിംസ് ഞാൻ റീഡ് ചെയ്യുന്ന അത്രയും ടൈംസാണ് ഇത് പോകേണ്ടത്. നമ്പർ ഓഫ് പേജസ് ഇതിനകത്തേക്ക് റീഡ് ചെയ്യാണ്. ഏത് സ്ട്രിങ് ആണെന്നുള്ളത് പറയുന്നു. സ്ട്രിങ് എന്നോ പേജ് സ്ട്രിങ് എന്ന് എഴുതിയാലും മതി. സ്ട്രിങ് അത് എത്രാമത്തെ പേജ് എന്നാണ് ആ കൊടുക്കുന്നത്. പ്ലസ് അതിനെ ഞാൻ റഫറൻസ് സ്ട്രിങ് RS എന്നുള്ള വേരിയബിളിനകത്തോട്ട് അരയ്ക്കകത്തോട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ 1 3 0 3 5 6 1 എന്നുള്ള വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. NOPയുടെ വാല്യൂ നമ്മൾ ടോട്ടൽ കൗണ്ട് 7 ആണ്. 7 കൊടുത്തിട്ട് ഇത്രയും വാല്യൂസ് നമ്മൾ റീഡ് ചെയ്യുന്നു. ഇനി നമുക്ക് വേണ്ടത് ഫ്രെയിംസ് ആണ്.
ഫ്രെയിംസ് എത്രയാണെന്ന് റീഡ് ചെയ്യുന്നു. അത് NOF എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് റീഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ ഇനിഷ്യലി ഇതിനെല്ലാം നമ്മൾ -1 സെറ്റ് ചെയ്ത് വയ്ക്കും. കാരണം അത് empty എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ -1 വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. J is equal to 1, J less than or equal to number of frames J plus plus. ഫ്രെയിമിന് ഫ്രെയിമാണ് ഫ്രെയിം ഓഫ് J ഈക്വൽ ടു -1. അപ്പോൾ ഈ ലൂപ്പ് കഴിയുമ്പോൾ അതിനകത്തുള്ള ഫുൾ വാല്യൂസ് ഈ ഫ്രെയിമിനകത്ത് ഇപ്പോൾ ഞാൻ 3 ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ 3യുടെ വാല്യൂസ് നമ്മൾ -1 ആയിട്ട് റീപ്ലേസ് ചെയ്തു. ഡിഫോൾട്ട് ഹിറ്റ് ഇനിഷ്യലി 0 ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പേജും എടുക്കുന്നു. പേജ് എടുത്തിട്ട് ഈ പേജ് ഇതിനകത്തുണ്ടോ എന്ന് നോക്കും. ഇല്ല എങ്കിൽ അത് ഫോൾട്ടാകും. ഫോൾട്ടാക്കിയിട്ട് ആ പൊസിഷനിലേക്ക് നമ്മൾ ആ പേജിന് വയ്ക്കുന്നു. ഇപ്പോൾ ഇനിഷ്യലി -1 ആണ് 3-ലിരിക്കുന്നത്. അപ്പം ഈ -3 ലൊക്കേഷനിലും നമ്മൾ ഈ 3 ഫ്രെയിമും 1/1 ആയിട്ട് പ്ലേസ് ചെയ്യും. അപ്പോൾ ഈ പ്ലേസ് കഴിയുന്നതോറും ഫോൾട്ട് 3ആയി മാറുകയും ചെയ്യും. ആദ്യം ഒരു ഫോൾട്ട് വരുന്നു, ഇവിടെ 1 വയ്ക്കുന്നു. വീണ്ടും അടുത്തത് ചെക്ക് ചെയ്യുമ്പോൾ ഇല്ല, അതും ഫോൾട്ട് വരുന്നു, 3 രണ്ടാമത് വയ്ക്കുന്നു. അടുത്ത് വീണ്ടും വരുമ്പോൾ 0 ആണ്, അതും ഇതിനകത്തില്ല, ഫോൾട്ട് വരുന്നു. ഫോൾട്ട് വരുമ്പോൾ ഫോൾട്ട് 3 ആവുന്നു, 0 ഇവിടെ വയ്ക്കുന്നു. ഈ പ്രോസസ്സാണ് ചെയ്യുന്നത്. അടുത്ത 3 വരുമ്പോൾ ഈ 3 ഇതിനകത്തുണ്ടോ എന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ 1, 3, 0 എന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ 3 ഇതിനകത്തുണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ഹിറ്റായി മാറും. പിന്നെ ഇതിനകത്ത് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല, കാരണം അത് ആൾറെഡി ആ ഫ്രെയിം 3 ഇതിനകത്തുണ്ട്. അപ്പോൾ പിന്നെ ഹിറ്റായി മാറും. അപ്പോൾ ഇങ്ങനെയാണ് 1/1 ആയിട്ട് നമ്മുടെ ഫ്രെയിംസിനകത്തേക്ക് സ്ട്രിങ്ങിന് അല്ലെങ്കിൽ പേജസിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ പോർഷൻ നമുക്ക് എഴുതാം. 4 ആണ് I എന്ന് പറയുന്ന വേരിയബിളിൽ അത് നമ്മളെ നമ്പർ ഓഫ് ഫ്രെയിംസ് പേജസ് എത്രയുണ്ടോ അത്രയും ടൈംസ് പോകേണ്ടത്. NOP I++. അതിന് എത്ര ഫ്രെയിംസ് ഉണ്ടോ എത്ര പേജസ് ഉണ്ടോ അത്രയും ടൈംസ് ഇതിനകത്ത് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് അടുത്ത് നമ്മൾ ഓരോ ഫ്രെയിമായിട്ട് നോക്കും. J is equal to 1, J less than or equal to number of frames J++. അതിലേക്ക് കയറി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഫ്രെയിമിനകത്തിരിക്കുന്ന വാല്യൂ -1 ആണോ നോക്കാം. അപ്പോൾ ഇഫ് ഫ്രെയിം ഓഫ് ഇൻഡെക്സ് പൊസിഷൻ J ആണ് ഈസ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ അത് empty ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. empty ആണെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു ഫോൾട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫോൾട്ടിനെ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. ഒരു ഫോൾട്ടായി. ഇനി നമുക്ക് ആ ഫ്രെയിമിനകത്തോട്ട് J ഈസ് ഈക്വൽ ടു ആ റെഫറൻസ് സ്ട്രിങ്ങിനെ അവിടെ അങ്ങ് വയ്ക്കുന്നു. ith പൊസിഷനിലിരിക്കുന്ന, അതായത് ഈ 1 എന്ന് പറഞ്ഞാൽ I എന്ന് പറഞ്ഞാൽ 1-ലാണ് ഇരിക്കുന്നത്. ഇത് I എന്ന് പറയുന്ന വേരിയബിളും ഇത് I എന്ന് പറയുന്ന വേരിയബിളും ഇത് J എന്ന് പറയുന്ന വേരിയബിളുമാണ്. ഇത് I ആണ്. അപ്പോൾ I എന്ന് പറയുന്ന വേരിയബിൾ ഇനിഷ്യലി 1 ആണ്, Jയും 1 ആണ്. അപ്പം ഈ 1-ന് ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ റെഫറൻസ് സ്ട്രിങ്ങിൻ്റെ ഐയുടെ വാല്യൂ I എന്ന് ഫസ്റ്റ് ലൊക്കേഷൻ നിൽക്കുന്ന വാല്യൂ എന്ന് 1 ആണ്. ആ 1 ഇവിടെ ഉണ്ട്. ആദ്യം ചെക്ക് ചെയ്യുന്നത് ഇവിടെ -1 ആണെന്ന് നോക്കും. ഈ 3 ഫ്രെയിമിനകത്ത് 1/1 ആയിട്ട് നോക്കും. ആദ്യം തന്നെ -1 ആയിരിക്കും. അപ്പോൾ ഉടനെ തന്നെ ഫോൾട്ട് 1 ഇൻക്രിമെൻ്റ് ആവും. ദെൻ 1-നെ അവിടെ പ്ലേസ് ചെയ്യുന്നു. അത് ആ സ്റ്റെപ്പാണ് നമ്മളിവിടെ എഴുതുന്നത്. ആ റെഫറൻസ് സ്ട്രിങ് I ഇവിടെ നമ്മളങ്ങ് പ്ലേസ് ചെയ്യുന്നു. ഇനി അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തേത് എടുത്തു. ഇനി അടുത്ത് നമുക്ക് രണ്ടാമത്തേത് എടുക്കണം. രണ്ടാമതെടുത്തിട്ട് വീണ്ടും ആദ്യമേ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ J ലൂപ്പ്, ഈ ലൂപ്പിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മളവിടെ ബ്രേക്ക് ചെയ്യുക.
കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം നടക്കുന്നത്. അപ്പോൾ ഈ 3 പ്രാവശ്യം നോക്കുമ്പോൾ ആദ്യം ഇത് വരുന്നു, ദെൻ 0, ആദ്യം ഇത് വരുന്നു, ചെക്ക് ചെയ്യുന്നു, -1 ആവുന്നു, ഇതിന് 1 വഹിക്കുന്നു, പ്ലേസ് ചെയ്യുന്നു. ദെൻ ഇത് ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിലൂടെ ഫോർ ലൂപ്പ് അവസാനിച്ചു, ദെൻ വെച്ചു. ഉടനെ തന്നെ ഈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൂപ്പിൽ നിന്ന്, ഈ ഫോർ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, പുറത്തേക്ക് ഇറങ്ങിയിട്ട് I ഇൻക്രിമെൻ്റ് ചെയ്യുന്നു, വീണ്ടും I എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് വരുന്നു, 2 വരും. അപ്പോൾ 2 ലൊക്കേഷനിലിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 3 ഇതിനകത്ത് ആദ്യം ഇരിക്കുന്ന വാല്യൂ ആണെന്ന് നോക്കണം. അല്ലെങ്കിൽ തിരിച്ച് ഇവിടെ വന്നിട്ട് ഫോർ j = 1, ഫോർ ഫ്രെയിം 1 3 ആണെന്ന് നോക്കും. അല്ല എങ്കിൽ ഉടനെ തന്നെ അടുത്ത് ഫ്രെയിം ഇരിക്കുന്ന വാല്യൂ -1 ആണെന്ന് നോക്കും. -1 അല്ല എങ്കിൽ ഇവിടെ ഇരിക്കുന്ന വാല്യൂ ആദ്യം -1 ആണെന്ന് നോക്കും. -1 അല്ല എങ്കിൽ ഈ വാല്യൂ ആണോ ഈ ഇരിക്കുന്നത് നോക്കും. അതായത് ഹിറ്റാണോ നടന്നിരിക്കുന്നത്, സെയിം പേജാണോ ഇരിക്കുന്നത് നോക്കും. അല്ല എങ്കിൽ നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ -1 അല്ല എങ്കിൽ അടുത്ത് ചെയ്യുന്ന വാല്യൂ എൽസ് ഇഫ് ആ ഫ്രെയിമിലിരിക്കുന്ന വാല്യൂ, ഫ്രെയിം ജെയിലിരിക്കുന്ന വാല്യൂ റഫറൻസ് സ്ട്രിങ് ആണോ എന്നാണ് നോക്കുന്നത്. റഫറൻസ് സ്ട്രിങ് I ആണോ എന്നാണ് നോക്കുന്നത്. റഫറൻസ് സ്ട്രിങ് ആണോ ആയിരിക്കുന്ന വാല്യൂ ആണെന്നാണ്. ആണെങ്കിൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഹിറ്റാണ്. അപ്പോൾ നമ്മൾ ഹിറ്റ് ++ ചെയ്യുന്നു. പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ല, അത് കിട്ടി, ആ പേജ് അവിടെ ഉണ്ട് എന്നാണ് അതിന്. പിന്നെ നമുക്ക് അവിടെ ഫർദർ പ്രോസസ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഐയുടെ വാല്യൂ ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ വന്നിട്ട് ഈ ഇരിക്കുന്ന ജെയിലിരിക്കുന്ന വാല്യൂ 3 ആണോ നോക്കും. ആദ്യം -1 നോക്കും. അല്ല എങ്കിൽ 3 ആണോ ഇവിടെ ഇരിക്കുന്നത് നോക്കും. 3 അല്ല എങ്കിൽ ഈ ഇരിക്കുന്ന വാല്യൂ 3 അല്ല എങ്കിൽ അടുത്തിരിക്കുന്ന ഫ്രെയിം നോക്കുന്നു. ആ ഫ്രെയിമിലിരിക്കുന്ന -1 ആണെന്ന് നോക്കും. 3 അല്ല എങ്കിൽ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. വീണ്ടും j ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. j ചെയ്യുമ്പോൾ സെക്കൻഡിലിരിക്കുന്ന വാല്യൂ -1 ആണെന്ന് നോക്കും. -1 ആണെങ്കിൽ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് ഫോൾട്ട് ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുക, അതിൻ്റെ ആ പൊസിഷനിൽ ആ വാല്യൂ വയ്ക്കുക. അപ്പോൾ ഫോൾട്ട് 2 ആകുന്നു, ആ പൊസിഷനിലേക്ക് 3 വയ്ക്കുന്നു. മനസ്സിലായില്ലേ? ഇനി വീണ്ടും ബ്രേക്ക് ചെയ്യുന്നു. I നേരെ ഇവിടേക്ക് വരുന്നു, I നേരെ ഇവിടേക്ക് വരുന്നു, I ഇവിടെ എത്തുന്നു. അപ്പോൾ ആ യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 0 ഇരിക്കുന്ന വാല്യൂ ആണ് ഇവിടെ വയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വീണ്ടും ഇവിടെ വന്നിട്ട് I ഇൻക്രിമെൻ്റ് ചെയ്തു. വീണ്ടും j ലൂപ്പ് വരുന്നു. ജെയുടെ ഫസ്റ്റ് ഇരിക്കുന്ന വാല്യൂ -1 ആണെന്ന് നോക്കും. -1 അല്ല എങ്കിൽ ഉടനെ തന്നെ എൽസിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ പേജ് ആണോ ഈ ഫ്രെയിമിലിരിക്കുന്നത്, ഈ പേജിൻ്റെ വാല്യൂ ആണ് ഈ ഫ്രെയിമിലിരിക്കുന്നത്, അത് നോക്കും. അതുമല്ല എങ്കിൽ j ഇൻക്രിമെൻ്റ് ചെയ്യും. j ഇവിടെ എത്തുന്നു. j ഇവിടെ എത്തുമ്പോൾ അടുത്തത് ഐയുടെ വാല്യൂ ഇവിടെ വരികയും മൂന്നാമത്തെ ഇൻഡെക്സ് പൊസിഷനിൽ വരികയും. അപ്പോൾ നമ്മൾ റഫറൻസ് സ്ട്രിങ്, അതായത് പേജ് 0th പേജാണ് ഇനി അടുത്ത് വരാനുള്ളത്. വീണ്ടും ജെയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ദെൻ ജെയുടെ വാല്യൂ വീണ്ടും 1 ഈ ഇരിക്കുന്ന വാല്യൂ ജെത്ത് പൊസിഷനിലിരിക്കുന്ന വാല്യൂ -1 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. -1 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. -1 അല്ല. -1 അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന വാല്യൂ 0 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. അതായത് നമ്മുടെ ഇപ്പോൾ ith പൊസിഷനിലിരിക്കുന്ന വാല്യൂ 0 ആണ്. ഈ വാല്യൂ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. സെയിം അല്ല എങ്കിൽ അടുത്ത് ചെയ്യുന്നത് j ഇൻക്രിമെൻ്റ് അടുത്ത ഫ്രെയിമിൽ വരുന്നു. ആ ഫ്രെയിമിൽ ഇരിക്കുന്ന വാല്യൂ -1 ആണെന്ന് നോക്കും. അല്ല എങ്കിൽ ഉടനെ തന്നെ ആ വാല്യൂ 0 ആയിരിക്കുന്ന ഈ ഫ്രെയിമിലിരിക്കുന്ന വാല്യൂ പേജിൻ്റെ വാല്യൂ സെയിം ആണോ നോക്കും. അതായത് പേജ് തന്നെയാണോ ഈ ഫ്രെയിമിലിരിക്കുന്നത് നോക്കും. അതുമല്ലെങ്കിൽ വീണ്ടും j ഇൻക്രിമെൻ്റ് അടുത്ത് ഇവിടേക്ക് വരുന്നു, 3rd പൊസിഷനിൽ വരുന്നു. ഇവിടെ വന്നിട്ട് -1 ആണെന്ന് നോക്കും. -1 ആണെങ്കിൽ പേജ് ഫോൾട്ട് വീണ്ടും 1 ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ഈ പൊസിഷനിലേക്ക് ആ പേജിനെ പ്ലേസ് ചെയ്യുന്നു. ദെൻ ബ്രേക്ക് ചെയ്യുന്നു.
ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഐ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ഐ നേരെ ഇവിടുന്ന് ഇവിടേക്ക് വരുന്നു. ഇവിടെ വന്നിട്ട് വീണ്ടും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഐ ഇൻക്രിമെൻ്റ് ചെയ്ത് വീണ്ടും വരുന്നു. ഐ ഇൻക്രിമെൻ്റ് ചെയ്ത് വീണ്ടും വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ജെത്ത് പൊസിഷനിൽ ഫസ്റ്റ് പ്രൈമിലിരിക്കുന്ന വാല്യൂ -1 ആണെന്ന് നോക്കും. -1 അല്ല എങ്കിൽ ഈ ഇരിക്കുന്ന വാല്യൂ ഐയിലിരിക്കുന്ന വാല്യൂ റെഫറൻസ് സ്ട്രിങ്ങിൻ്റെ ഐയിലിരിക്കുന്ന പേജും സെയിം ആണോ എന്ന് നോക്കും. അല്ല എങ്കിൽ അടുത്ത ഇതിലേക്ക് വരുന്നു, അടുത്ത ഫ്രെയിമിലേക്ക് വരുന്നു. ഇവിടെ -1 ആണെന്ന് നോക്കും. -1 അല്ല എങ്കിൽ ഈ ഇരിക്കുന്ന വാല്യൂ സെയിം ആണോ എന്ന് നോക്കും. സെയിം ആണെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഹിറ്റ് 1 ഇൻക്രിമെൻ്റ് ചെയ്യാൻ പറഞ്ഞു. ഹിറ്റ് ഇവിടെ ഇരുന്ന 0 1 ആയി മാറുന്നു. ഇത്രയും മാത്രമേ ഉള്ളൂ. അവിടെ പിന്നെ വേറെ ആക്ഷനൊന്നുമില്ല. സെയിം പേജ് ആണെങ്കിൽ പിന്നെ അവിടെ ഒന്നുമില്ല, കാരണം ആ പേജ് ആ ഫ്രെയിമിലിരിക്കുകയാണ്, ആൾറെഡി ഫ്രെയിമിനുള്ളിലുണ്ട്. അപ്പം CPU വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാം. അടുത്ത് വീണ്ടും ഐ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ഇവിടെ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് ഇവിടെ വരുന്നു. അവിടെ വന്നിട്ട് വീണ്ടും ജെയിൽ വരുന്നു. ഇവിടെ ഇരിക്കുന്ന വാല്യൂ -1 ആണെന്ന് നോക്കും. അല്ല എങ്കിൽ ഈ ഇരിക്കുന്ന വാല്യൂ ഇത് 1 ആണെന്ന് നോക്കും. സെയിം ആണെന്ന് നോക്കും. സെയിം അല്ല എങ്കിൽ ജെ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ഇത് -1 ആണെന്ന് നോക്കും. അല്ലെങ്കിൽ ഇതും സെയിം ആണെന്ന് നോക്കും. അതുമല്ലെങ്കിൽ വീണ്ടും ജെ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. അത് -1 ആണെന്ന് നോക്കും. അതല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന വാല്യൂ സെയിം ആണെന്ന്. അതാണ് നമ്മുടെ ഈ രണ്ട് ഈഫും എൽസിഫും കൊണ്ട് ചെയ്യുന്നത്. അതുമല്ല എങ്കിൽ ജെ ലൂപ്പ് കഴിഞ്ഞു. കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പേജ് ഈ ഫ്രെയിമിൽ ഇല്ലാത്തൊരു പേജാണ്, പക്ഷേ ഫ്രെയിം ഫുള്ളുമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ റീപ്ലേസ്മെൻറ്റ് നടക്കണം. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് പേജിനെ എടുത്ത് റിമൂവ് ചെയ്യണം. ഫസ്റ്റ് പേജിനെ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ഇത് ഇല്ല എങ്കിൽ ഉടനെ തന്നെ അടുത്ത് ചെയ്യേണ്ടതെന്ന് ഇവിടെ ഒരു പേജ് ഫോൾട്ടാണ്. ഇത് 4ലേക്ക് പോകും. പേജ് ഫോൾട്ട് 4ലേക്ക് പോകണം. പോയിട്ടാണ് നമ്മളിതിനെ ഈ പൊസിഷനിലേക്ക്, അതായത് ഫസ്റ്റ് പൊസിഷൻ, ഈ ഫസ്റ്റ് റിമൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം വന്നിരിക്കുന്ന പേജ് ഇതാണ്. ഈ പേജിനെ റിമൂവ് ചെയ്യണം. ഇതെങ്ങനെ കിട്ടുന്നു എന്ന് നമ്മൾ കണ്ടെത്തും. ഇതെങ്ങനെ കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഫോൾട്ട് 4 ആണ്. ഇതിൻ്റെ നമ്പർ ഓഫ് ഫ്രെയിംസ് നമുക്ക് 3 ആണ്. നമ്പർ ഓഫ് ഫ്രെയിംസ് 3. അത് നമ്മൾ ഈ ഫോൾട്ട് പൊസിഷനെ മോഡുലസ് എടുക്കുക. മോഡുലസ് ഓഫ് ഫോൾട്ട് അതിൻ്റെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള ഫോൾട്ട് എടുത്തു കഴിഞ്ഞാൽ 1. ഇൻഡെക്സ് പൊസിഷൻ 1. ഈ പൊസിഷനിൽ നമ്മൾ പ്ലേസ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 1ലാണ് നമ്മുടെ ശരിക്കും 5 വരേണ്ട, കാരണം ഇതാണ് ഫസ്റ്റ് പേജ് ആദ്യം കയറിയ പേജ് ഇതാണ്. അപ്പോൾ ഇതിനെ റിമൂവ് ചെയ്യുക, ദെൻ പകരം ഇതിനെ അവിടെ പ്ലേസ് ചെയ്യുക. വന്നു. അപ്പോൾ ആ പ്രൊസീജിയറാണ് ഇവിടെ നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫോർ ലൂപ്പ് എൻട്രി ചെയ്ത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഫോർ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്ത് പുറത്ത് പോവുകയാണെങ്കിൽ ജെയുടെ വാല്യൂ നമ്പർ ഓഫ് ഫ്രെയിംസിനേക്കാൾ കൂടുതലായിരിക്കും. നമ്മൾ ഈക്വൽ ടു വരെയാണ് ചെയ്യുന്നത്. ഈ ഫോർ ലൂപ്പ് എപ്പോഴെങ്കിലും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ജെയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു NOF ആയിരിക്കും. ഇത് ഫുൾ എക്സിക്യൂട്ട് ചെയ്താൽ ജെ ലൂപ്പ് ഫുൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ NOF ആയിരിക്കും. അത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ ആ കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്. ജെ ഗ്രേറ്റർ ദാൻ NOF ആണോ എന്ന് നോക്കുക. ജെ ഗ്രേറ്റർ ദാൻ NOF ആണെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പേജ് ഫോൾട്ട് ഇൻക്രിമെൻ്റ് ചെയ്യുക. അതാണ് നമ്മൾ 3ലിരുന്ന് ഇവിടെ ഇരുന്ന പേജ് ഫോൾട്ട് 4ആയി മാറി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മോഡുലസ് ഓപ്പറേഷനിലാണ് നമ്മളിവിടെ ഇവിടെ നമ്മുടെ മോഡുലസ് ഓപ്പറേഷൻ ചെയ്തു. ആ ഓപ്പറേഷനിലാണ് നമ്മൾ ഈ വാല്യൂ പ്ലേസ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്രെയിമിൻ്റെ ഫോൾട്ടിൻ്റെ മോഡുലസ് ഓഫ് നമ്പർ ഓഫ് ഫ്രെയിംസ്, നമ്മൾ നമ്പർ ഓഫ് ഫ്രെയിംസ് 3 ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ മോഡുലസ് നമ്മൾ 3 കൊടുത്തത്. 3 എന്നുള്ള നമ്പർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 3 കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫ്രെയിംസ് 3 ആയതുകൊണ്ടാണ്. ഇവിടെ നമ്പർ ഓഫ് ഫ്രെയിംസ് 4 ആയിരുന്നെങ്കിൽ നമ്മൾ ആ 4 ആണ് കൊടുക്കുന്നത്. ഇപ്പം നമ്പർ ഓഫ് ഫ്രെയിംസ് ആ പൊസിഷനിലേക്കാണ് നമ്മുടെ റെഫറൻസ് സ്ട്രിങ്ങിനെ പ്ലേസ് ചെയ്യേണ്ടത്.
വെച്ചു. ഇതാണ് ഈ കണ്ടീഷനിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെച്ചു. ഇതാണ് നമ്മൾ ഓരോ ഈ കണ്ടീഷനിൽ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഇനി നമ്മൾ അടുത്ത് വീണ്ടും ഐ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ ഇവിടേക്ക് വരുന്നു. ഇവിടേക്ക് വരുമ്പോൾ അടുത്ത് 6 ആണ്. ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ. ആദ്യം -1 നോക്കും, അല്ലെങ്കിൽ ഇത് സെയിം ആണെന്ന് നോക്കും, അല്ലെങ്കിൽ വീണ്ടും ജെ ഇൻക്രിമെൻ്റ് ചെയ്ത് -1 ആണെന്ന് നോക്കും, അല്ലെങ്കിൽ ഇത് സെയിം ആണെന്ന് നോക്കും. വീണ്ടും അല്ലാത്തതുകൊണ്ട് വീണ്ടും ജെ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു, -1 ആണെന്ന് നോക്കും, അല്ല ഇത് സെയിം ആണെന്ന് നോക്കും. വീണ്ടും ഇതേ കണ്ടീഷൻ, അതായത് ഫോൾട്ട് വന്നിരിക്കുകയാണ്. വീണ്ടും ഈ ജെയിൽ ഫുൾ എക്സിക്യൂട്ട് ചെയ്തു. ജെ >0 ആണ്. ഫോൾട്ട് ഇൻക്രിമെൻ്റ് ചെയ്യാൻ പറഞ്ഞു, അത് 5 ആയി മാറും. 5 ആകുമ്പോൾ ഇത് 5 ആകുമ്പോൾ ഇവിടുത്തെ ഇൻഡെക്സ് പൊസിഷൻ നിങ്ങൾ നോക്കണം. കണ്ടില്ലേ? 2. അതായത് ഈ പൊസിഷൻ ഇതാണ് നമ്മുടെ സെക്കൻഡിലേക്ക് കയറിയ ഫ്രെയിം. ഇതാണ് ഇപ്പോഴത്തെ ഓൾഡസ്റ്റ് ഫ്രെയിം. അപ്പോൾ ഈ പേജിനെ അങ്ങ് റിമൂവ് ചെയ്യുക, പകരം ഈ 6നെ അവിടെ കൊണ്ടുവരിക. അതാണ് നടക്കുന്നത്. അടുത്ത് വീണ്ടും ഐ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ഐ ഇൻക്രിമെൻ്റ് ചെയ്യുമ്പോൾ ഐ ഇവിടെ വന്നു 1. ഇതേ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. -1 ആണെന്ന് നോക്കും, ഇത് സെയിം ആണെന്ന് നോക്കും, അല്ല. 6 -1 ആണെന്ന് നോക്കും, ഇത് സെയിം ആണെന്ന് നോക്കും, അല്ല. 0 എന്ന് പറയുന്നത് ഇരിക്കുന്ന -1 ആണെന്ന് നോക്കും, അല്ലെങ്കിൽ 0 ഇത് സെയിം ആണെന്ന് നോക്കും, അല്ല. അപ്പോഴും സെയിം അല്ല. അപ്പോൾ വീണ്ടും ഇതേ കണ്ടീഷൻ. വീണ്ടും ഇതേ കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെയ്യുന്നു പേജ് ഫോൾട്ട് ഇൻക്രിമെൻ്റ് ചെയ്യുക. പേജ് ഫോൾട്ട് 6 ആക്കുക. അപ്പോൾ ഇവിടെ വരുന്ന വാല്യൂ നോക്കുക. 6 ആയിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് വാല്യൂ 0യിലേക്കാണ് പോകുന്നത്. പക്ഷേ ആക്ച്വലി നമുക്ക് വരേണ്ടത് ഈ പൊസിഷനിലാണ് വെക്കേണ്ടത്. ഈ ഇൻഡെക്സ് വാല്യൂ 0 എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 1, ജെയുടെ വാല്യൂ 1, 2, 3 എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് 0 എന്ന് പറയുന്നത് ഇവിടെയാണ്, ഇവിടെ വരും. നമുക്ക് ആക്ച്വലി വേണ്ടത് ഇതിൻ്റെ റിമൈൻഡർ 0 ആണെങ്കിൽ ആ നമ്പർ ഓഫ് ഫ്രെയിംസ് എത്രയാണോ ആ പൊസിഷനിലാണ് വെക്കേണ്ടത്. ആ പൊസിഷനിലാണ്, കാരണം നമ്മൾ 1ലാണ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ പൊസിഷനിൽ ഈ വാല്യൂ വെക്കണം. അപ്പോൾ ഇവിടെ നമ്മളൊരു ചേഞ്ച് ഇവിടെ വരുത്താനുണ്ട്. ഇവിടെ നമ്മൾ ഈ പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് ഇത് പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഈ ഫോൾട്ട് മോഡുലസ് NOF എന്ന് പറയുന്നത് ഫോൾട്ട് -NOF 0 ആണെന്ന് നോക്കുക. അതായത് ഫോൾട്ടിന് നമ്പർ ഓഫ് പൊസിഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ, കാരണം ഇവിടെ നമ്മൾ 6 ആണ്, 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മോഡുലസ് 0 തന്നെ വരും, റിമൈൻഡർ 0 വരും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ചെയ്യേണ്ടത് തേർഡ് പൊസിഷൻ, നമ്പർ ഓഫ് ഫ്രെയിംസ് പൊസിഷനിൽ നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യാം. ആണെങ്കിൽ ഇതിനകത്തൊരു ചെറിയൊരു ആൾട്രേഷനാണ്. ഫ്രെയിം ഓഫ് NOF എന്ന് പറഞ്ഞാൽ ഫ്രെയിമിനകത്തോട്ടാണ് നമ്മൾ ആ റഫറൻസ് സ്ട്രിങ്ങിന് വയ്ക്കേണ്ടത്. ഇത് മോഡുലസ് 0 ആണെങ്കിൽ, അല്ല എങ്കിൽ ഈ പൊസിഷനിലും വയ്ക്കുക. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ 0 വരുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പൊസിഷനിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ആ പൊസിഷനിൽ വയ്ക്കുക. അല്ല ബാക്കി എല്ലാ കണ്ടീഷനിലും മോഡുലസ് എടുത്ത് 0 വയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ മനസ്സിലായി കാണും പേജ് റീപ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് നടന്നതെന്നുള്ള. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർഡറിൽ പേജ് റീപ്ലേസ്മെൻറ്റ് നടന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ 6 കിട്ടി, ഹിറ്റ് എന്ന് പറഞ്ഞാൽ 1 കിട്ടി. അപ്പോൾ ടോട്ടൽ ഫോൾട്ട് 6 ആണ്. മനസ്സിലായില്ലേ? ഇനി നമ്മൾക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇനിഷ്യലി പ്രിൻറ്റ് ചെയ്യേണ്ടത് ഈ ഒരു പ്രിൻറ്റിങ് മെത്തേഡുണ്ട്. പ്രിൻറ്റിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ 1 ആണ് റഫറൻസ് സ്ട്രിങ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ആദ്യം എല്ലാം -1 ആയിരുന്നു. അപ്പോൾ നമ്മൾ വരേണ്ടതെന്ന് പറഞ്ഞാൽ 1 ഫ്രെയിം, ഇത് നമ്മുടെ ഫ്രെയിമാണ്. ഫ്രെയിം 1, ഫ്രെയിം 2, ഫ്രെയിം 3. ആദ്യം നമ്മൾ വരുന്ന പേജ് 1 ആണ്, മറ്റൊന്നില്ല empty. ഇത് നമ്മൾ
മറ്റേതിനല്ല എം ടി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇ കൊടുക്കുക, ഇതും ഇ കൊടുക്കുക. ദെൻ അടുത്ത സെക്കൻഡ് പേജ് 3 ആണ് വരുന്നത്, അല്ല 3 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഫ്രെയിമിലാണ് വരുന്നത്, 3 ഇവിടെ വരുന്നത്. മൂന്നാമത്തെ ഫ്രെയിം എം ടി ആണ്. അടുത്ത കണ്ടീഷനിൽ 1ഉം 3ഉം ഉണ്ട്, അടുത്ത് വരുന്ന 0 അവിടെ പ്ലേസ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ വീണ്ടും 3 ആണ് വരുന്നത്. അപ്പോൾ അതിന് മാറ്റമില്ല, 1 3 3 0, കാരണം 3 ആൾറെഡി ഹിറ്റിലാണ് നിൽക്കുന്നത്. അടുത്തത് വരുന്നത് 5 ആണ്. 5 എന്ന് പറയുന്നത് ഇല്ല, 5 ഇനിഷ്യലി റീപ്ലേസ് ചെയ്യാണ്. 5 ദെൻ 3 ദെൻ 0. അടുത്ത് വരുമ്പോൾ 3 റീപ്ലേസ് ചെയ്ത് 6 ആവും, ദെൻ 0. അടുത്ത് വരുമ്പോൾ ഇവിടെ നേരത്തെ നമുക്ക് 1 ആവുകയാണ്. അടുത്ത് വരുമ്പോൾ 5 6 1. ഈ രീതിയിലുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് വരേണ്ടത്. ഇതാണ് നമുക്ക് പേജ് ഫ്രെയിം, നമ്മൾ പേജ് റീപ്ലേസ്മെൻറ്റ് നടക്കുമ്പം ആക്ച്വലി കിട്ടേണ്ട ഔട്ട്പുട്ട് ഇതാണ്. ഈ ഔട്ട്പുട്ട് ഇവിടെ നമുക്ക് പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. അപ്പം ഒരു ആദ്യം ഒരു ഫ്രെയിം വയ്ക്കുമ്പോൾ തന്നെ, ഒരു പേജ് വയ്ക്കുമ്പോൾ തന്നെ ആ ഒരു ഫ്രെയിമിനകത്തുള്ള ഫുള്ള് അതായത് നമ്മൾ ഈ ജയിൽ ഫുൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നടക്കുന്ന ആക്ഷൻസ് എന്താണ്, അത് ചിലപ്പോൾ ഫസ്റ്റ് ഫ്രെയിം വെച്ചിട്ട് അങ്ങ് ബ്രേക്ക് ചെയ്യുമായിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റിൽ വയ്ക്കുമ്പോൾ തന്നെ -1 ആണ്, അതിനെ ബ്രേക്ക് ചെയ്ത് പോകും. ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ജയിൽ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആദ്യം ഇത് അങ്ങ് പ്രിൻ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ജയിൽ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി ഈ ഓപ്പറേഷനും കഴിഞ്ഞ് നമ്പർ ഓഫ് ഫ്രെയിംസ്, അതായത് പേജ് ഫോൾട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വാല്യൂ പ്ലേസ് ചെയ്തതിന് ശേഷം ആ ഇരിക്കുന്ന വാല്യൂ ഒന്ന് പ്രിൻ്റ് ചെയ്ത് കാണിക്കുക. പ്രിൻ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ ഒരു റോ, ആ ഫ്രെയിമിനകത്തുള്ള മുഴുവൻ റോ വാല്യൂ പ്രിൻ്റ് ചെയ്യണം. അവിടെ നമ്മൾ വീണ്ടും ഒരു ഫോർ ലൂപ്പ് എഴുതുക. ഫോർ j = 1, j <= NOF j++. ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്രെയിം വെച്ചു, ഇവിടെ -1 ആണെങ്കിൽ ഇ എന്ന് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. ഇ റെപ്രസെൻറ്റ്സ് എം ടി. അപ്പോൾ നമ്മളിവിടെ ഇ എന്ന് കൊടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന വാല്യൂ, ഈ പൊസിഷനിലിരിക്കുന്ന വാല്യൂ -1 ആണെന്ന് ചെക്ക് ചെയ്യണം. കാരണം ഇവിടെ ആദ്യം ഇതിനകത്ത് 1 കാണുള്ളൂ, ബാക്കി എല്ലാത്തിലും -1 ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഫ്രെയിമിൽ ജയിലിരിക്കുന്ന വാല്യൂ = -1 ആണെന്ന്. -1 ആണെങ്കിൽ പ്രിൻ്റ് ചെയ്യേണ്ടത് %c\t, ഇ എന്ന് പറയുന്ന ക്യാരക്ടറാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. ഈ അതുപോലെ കൊടുക്കുക. എൽസ് ആണെങ്കിൽ നമ്മൾ ആ വാല്യൂ ഒന്ന് പ്രിൻ്റ് ചെയ്യും. %d\t, നമ്മളെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെയിമിലെ ജയിലിരിക്കുന്ന വാല്യൂ, ഇതാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഇത്രയും ആണ് ആ പ്രിൻറ്റിങ് പ്രോസസ്സ് നടക്കുന്നത്. ഇത് നമ്മുടെ ഐ ലൂപ്പ് ക്ലോസ് ചെയ്യുന്നു, ദെൻ മെയിൻ എഴുതുന്നു. ഈ ഐ ലൂപ്പ് ഫുള്ള് കഴിയുമ്പോൾ നമുക്ക് പ്രിൻ്റ് ചെയ്യുക എത്രയാണ് പേജ് ഫോൾട്ട്. പേജ് ഫോൾട്ട്സ് %d \n, പേജ് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഫോൾട്ട്സിനകത്താണ് ഇരിക്കുന്നത്. ഫോൾട്ട് എന്ന് പറയുന്ന വേരിയബിളിനകത്താണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഹിറ്റ് റേഷ്യോ കൂടെ വേണം. ഹിറ്റ് റേഷ്യോ അത് ഈ സെയിം പ്രിൻ്റ് തന്നെ കൊടുക്കാം. ഹിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഹിറ്റ്സ്, നമ്മൾ ഹിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേജസ്, ഇതാണ് നടക്കുന്നത്. ഇത് രണ്ട് ഇൻറ്റിജർ ആയതുകൊണ്ട്, ഇതൊരു ഡിവിഷൻ ഓപ്പറേഷൻ ആയതുകൊണ്ട് ഒന്നിനെ നമ്മൾ ഫ്ലോട്ടിലേക്ക് കാസ്റ്റ് ചെയ്യുന്നു, എങ്കിൽ മാത്രമേ റിയൽ വാല്യൂ കിട്ടുകയുള്ളൂ.
അവിടെ കാസ്റ്റ് ചെയ്യുക, പ്രിൻ്റ് ചെയ്യുക. ഇതാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഫ്രെയിം 1 ഫ്രെയിം 2 എന്ന് പറഞ്ഞ ഹെഡിങ്ങില്ലേ, ഇതും കൂടെ പ്രിൻ്റ് ചെയ്യണം. അത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് പ്രിൻ്റ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് ഫോർ ലൂപ്പിന് മുന്നേ അത് കൊടുക്കണം. നമ്മൾ ഫോർ ലൂപ്പിന് മുന്നേ ഈ ഫോർ ലൂപ്പിന് മുന്നേ വേറൊരു ഫോർ ലൂപ്പിനകത്ത് എഴുതുക. അപ്പോൾ ഇവിടെ ആൾറെഡി ഒരു ഫോർ ലൂപ്പ് കിടപ്പുണ്ട്. ഈ ഫോർ ലൂപ്പിൻ്റെ കൂടെ തന്നെ ഞാൻ ആ പ്രിൻ്റും കൂടെ കൊടുക്കുകയാണ്. പ്രിൻ്റ് ഫ്രെയിം %d /t, j. ഇത് നൂലില്ലാതെ പ്രിൻ്റ് ചെയ്ത് പോവാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ഈ 1 എന്ന് പറയുന്നത് തൊട്ട് താഴത്തെ ലൈനിൽ വരാനുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് 1 ഇവിടെ പ്രിൻ്റ് ചെയ്യും, ഇവിടെ ഇങ്ങനെ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ലൈനിൽ വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതും. ന്യൂ ലൈനിൻ്റെ \n. ഇനി ഈ പ്രോഗ്രാം നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. എറർ എന്താണെന്ന് നോക്കാം. നമ്പർ 6 ഇവിടെ നമ്മൾ ഡിക്ലറേഷൻ പാർട്ടിൽ നമ്മൾ സെമിക്കോളൻ കൊടുത്തിട്ടില്ല, കാരണം ആ എറർ വന്നു. പേജ് നമ്പർ 54 % ഫോർമാറ്റ് സ്ട്രിങ് കൊടുത്തിട്ടില്ല. ഹിറ്റ് റേഷ്യോ %f, റിയൽ വാല്യൂ ആണ് വേണ്ടത്. ന്യൂ ലൈൻ റൺ ചെയ്യുക. നമ്പർ ഓഫ് പേജസ് ഞാൻ ഇത് തന്നെ കൊടുക്കുകയാണ്. നമ്പർ ഓഫ് പേജസ് 7 ആണ്. സ്ട്രിങ് 130, നാലാമത്തത് 3, അഞ്ചാമത്തത് 5, ആറാമത്തത് 6, ഏഴാമത്തെ 1. നമ്പർ ഓഫ് ഫ്രെയിംസ് 3 കൊടുക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ന്യൂ ലൈൻ കൊടുത്തിട്ടില്ല. ന്യൂ ലൈൻ കൊടുക്കാത്തതുകൊണ്ടാണ് അത് സെയിം ലൈനിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ പ്രോഗ്രാമിൽ ഒരു മോഡിഫിക്കേഷനും കൂടെ കൊടുക്കുന്നു. ഒരു ലൈൻ പ്രിൻ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ന്യൂ ലൈൻ കൊടുക്കുക. റൺ ചെയ്യുക. സെയിം തന്നെ കൊടുക്കുന്നത് 1 3 0 3 5 6 1. നമ്പർ ഓഫ് ഫ്രെയിംസ് 3. നോക്കിക്കോളുക. ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുക. 1EE 13E 130, ദെൻ വീണ്ടും 130, അവിടെ ഒരു ഹിറ്റാണ് വന്നിരിക്കുന്നത്. ദെൻ 530, ദെൻ 560, ദെൻ 561. സെയിം ഔട്ട്പുട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പേജ് ഫോൾട്ട് 6 ആണ് വന്നിരിക്കുന്നത്. ഹിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1/6 ആണ് 1/7 ആണ് വന്നിരിക്കുന്നത്. 0.142857. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. നിങ്ങൾക്ക് പ്രോഗ്രാം മനസ്സിലായി കാണുമെന്ന് ചോദിക്കുന്നു. നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ ഔട്ട്പുട്ട് എല്ലാം വെരിഫൈ ചെയ്ത് നോക്കുക. പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രിങ്സ്, റെഫറൻസ് സ്ട്രിങ് കൊടുത്ത് നോക്കുക. പിന്നെ ഫ്രെയിംസും നിങ്ങൾ ഡിഫറെൻറ്റ് കൊടുത്ത് നോക്കുക. അതിൽ ഔട്ട്പുട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാലും ചെയ്ത് റൺ ചെയ്ത് നോക്കുക. ഔട്ട്പുട്ട് വെരിഫൈ ചെയ്യാം. എന്നാൽ അടുത്ത എക്സ്പെരിമെൻറ്റായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.